പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളില് താലന്തുകളുടെ ഉപമയുണ്ട്. ഈ താലന്തുകളുടെ ഉപമയില് 5 താലന്ത് കിട്ടിയവനും 3 താലന്ത് കിട്ടിയവനും 1 താലന്ത് കിട്ടിയവനുമുണ്ട്. ഇതില് ഈ 5ഉം 3ഉം കിട്ടിയവര് ഇരട്ടിയാക്കാൻ വേണ്ടി പണിയെടുക്കുക. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ അത് ദുരുപയോഗം ചെയ്യുക, മണ്ണിൽ മറച്ചു വെക്കുക, ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ ഒരു അവസ്ഥാവിശേഷം നമ്മളുടെ സ്വയം ശക്തിപ്പെടലിന് വിഘാതമാണ്. ശാക്തീകരണം ബാഹ്യമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണെങ്കിലും ഒരു സെൽഫ് എംപവർമെന്റ്, ഒരു സ്വയശാക്തീകരണം നമ്മിൽ സംഭവിക്കേണ്ടതല്ലേ? നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നന്മകളും കഴിവുകളും ദുരുപയോഗം ചെയ്തുകൊണ്ട് കുഴിച്ചു മൂടുക, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ കൈവിരലുകൾ ചൂണ്ടുക. 5ഉം 10ഉം കിട്ടിയവരുണ്ട്, ശരി തന്നെ. പക്ഷേ 1 നിനക്ക് കിട്ടിയിട്ടില്ലേ? നീ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഇത് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു നന്മയെ കുറിച്ച്. 1 താലന്തെങ്കിൽ 1 താലന്ത് അത് കിട്ടിയിരിക്കുന്നത് ഏതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും മറ്റൊന്നുമല്ല, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യുൽപാദന ശേഷിയാണ്. പ്രൊഡക്ടിവിറ്റി, ദ പവർ ഓഫ് പ്രൊഡക്ഷൻ. മനുഷ്യര് സുഖ സൗകര്യങ്ങൾ പ്രമാണിച്ച് ഈ കഴിവിനെ മണ്ണിൽ മറച്ചു വെക്കുക, കുഴിച്ചു മൂടുക, ദുരുപയോഗപ്പെടുത്തുക. അങ്ങനെ ഈ പ്രത്യുൽപാദന ശേഷിയെ ദുരുപയോഗപ്പെടുത്തുകയോ മറച്ചു വെക്കുകയോ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാത്തത് കൊണ്ട് അഭിമന്യ തട്ടിൽപിതാവ് സൂചിപ്പിച്ചതുപോലെ സംഖ്യാബലത്തിന്റെ ശോഷണമാണ് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഈ സംഖ്യാപരമായ അംഗബലത്തിന്റെ ശോഷണം. അല്ല, ഞാനിപ്പോ ആരോടാ പറയുക? അങ്ങോട്ട് നോക്കി പറയുമ്പോ അച്ഛന്മാര് സിസ്റ്റേഴ്സ്, ഇങ്ങോട്ട് നോക്കി പറയുന്നത് സംഖ്യാബലത്തിന്റെ ശോഷണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നൊരു സംഭവം? രണ്ട് വോളിയൂംസിന് ആയിട്ട് കുറെ അധ്യായങ്ങളുമൊക്കെ ആയിട്ട് 6 കുറെ അധ്യായങ്ങളിലൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പറയുകയാണ്, കേരളത്തിലെ എന്താണ് പറയുക, 9ാമത്തെ ഖണ്ഡിക, 1ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ഖണ്ഡിക, വിവിധ കാരണങ്ങളാൽ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാനമായും ജനനനിരക്ക് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പറയുന്നതല്ല, കോശി കമ്മീഷന്റെ. ഇത് പ്രധാനമായും ജനനനിരക്ക് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ അഭ്യസ്ത വിദ്യരുടെ വിദേശ കുടിയേറ്റവും സ്ഥിരതാമസവും മൂലം ജനസംഖ്യാ ശോഷണം സംഭവിക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ വളർച്ചാ നിരക്കും ഗണ്യമായ തോതിൽ കുറഞ്ഞു വരുന്നു. ഇത് ശ്രദ്ധിക്കണം. ഇത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നെഗറ്റീവ് വളർച്ചാ നിരക്കിലേക്കും അതുവഴി ക്രൈസ്തവരുടെ ജനസംഖ്യാ ശോഷണത്തിലേക്കും എത്തിച്ചേരും എന്ന ആശങ്കയ്ക്ക് വഴിതെളിക്കുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. വിവാഹം നടക്കുന്നില്ല. ജനസംഖ്യാ ശോഷണത്തിന്റെ മറ്റൊരു പ്രശ്നമാണത്. സമയാസമയങ്ങളില് യുവജനങ്ങളുടെ വിവാഹം നടക്കുന്നില്ല. അതുകൊണ്ട് സമയത്ത് മക്കൾ ജനിക്കുന്നില്ല, പ്രശ്നമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10ാമത്തെ ഖണ്ഡികയിൽ 1ാമത്തെ അധ്യായം കുടുംബത്തിന്റെ, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ പോയി പറയാനുള്ളതാ. കുടുംബത്തിന്റെ വലിപ്പം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് 1970 ശേഷം വലിയ രീതിയിൽ മുന്നോട്ട് വന്നത് ക്രൈസ്തവ സമൂഹമാണ്. 1970 ശേഷം ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് മുന്നോട്ട് വന്നത് ക്രൈസ്തവ സമൂഹമാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ധാരാളം മക്കളുണ്ടായിരുന്ന പഴയ സ്ഥിതിവിശേഷം മാറുകയും ഇന്ന് കുടുംബത്തിൽ 1-2 മക്കൾ മാത്രമുള്ളത് ക്രൈസ്തവ സമൂഹത്തിൽ സർവ്വസാധാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഒന്നാന്തരം ഒബ്സർവേഷനാണ്.
ഞാൻ പറയും കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കേരള ക്രൈസ്തവരുടെ അധ്യായമാണ്. എ ചാപ്റ്റർ ഓഫ് കേരള ക്രിസ്ത്യൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേരള ക്രൈസ്തവരുടെ അല്ലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു അധ്യായമാണ് ഭരണഘടനയിൽ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു പ്രോ ലൈഫിന്റെ പ്രവർത്തകരും നേതാവും എന്ന നിലയിൽ കൂടി സംസാരിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തില് അംഗബലമുണ്ടാകണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ ബഹുഭൂരിപക്ഷം ജനതയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കും. അവിടെയാണ് വിലപേശലുകൾ. ന്യൂനപക്ഷത്തിന്റെ വിലപേശലുകൾ ചിലപ്പോ വിഭജിതമായി പോകാം, വിഘടിതമായി ശിഥിലമായി പോകാം. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ വിലപേശലുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മള് പടിപടിയായിട്ടല്ല, വളരെ വേഗത്തിൽ ഇരട്ടി ലക്ഷ്യം വെക്കുക. 5 കിട്ടിയവൻ 10 ആക്കുന്നു, 10 കിട്ടിയവൻ 20 ആക്കുന്നു. ഇരട്ടി ലാഭമുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭത്തെക്കാൾ കൂടുതൽ സമുദായത്തിന്റെ നേട്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഈ പ്രത്യുൽപാദന ശേഷി എന്ന കഴിവ് പിടിച്ചു മൂടാതെ, മണ്ണിൽ മറച്ചു വെക്കാതെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സഹായിക്കുന്നതിന് ഒരുപാട് ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥരും ഗവൺമെന്റുകളും ഒക്കെ ഉണ്ടായിരുന്നു, ഉണ്ട്. ഈ ഇവിടെ കൂടിയ ഈ ജനസമൂഹത്തിന്റെ വോട്ടുകൾ ആർക്കാണ്? സങ്കീർത്തനം 15 നോക്കുമ്പോൾ, കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? അല്ലയോ ഭരണകൂടങ്ങളെ, ഇവിടെ കൂടിയ ഈ ജനലക്ഷങ്ങളുടെ വോട്ടുകൾ കിട്ടുന്നവൻ ഭാഗ്യവാൻ. എങ്ങനെയുള്ളവർക്ക് ആ വോട്ട് കിട്ടുക? ഹൃദയത്തിൽ സത്യമുള്ളവൻ, നീതി പ്രവർത്തിക്കുന്നവൻ, അന്യായം ചെയ്യാതിരിക്കുന്നവൻ, ഏറ്റവും പ്രധാനമായി നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ. നാവുകൊണ്ട് വഞ്ചിക്കാത്ത ഭരണകൂടങ്ങൾ വരട്ടെ. ഈ സമുദായത്തിന്റെ വോട്ടുകൾ അഭിയോന്യ പാമ്പ്ളാനി പിതാവ് പറഞ്ഞതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നാവുകൊണ്ട് വഞ്ചിക്കാത്തവർ വരുമ്പോ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പ്രത്യേകം